2026 മാർച്ച് 20 പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ. 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡർ സുദർശൻ പട്നായിക്. ഒഡീഷ സ്വദേശിയായ സുദർശൻ പട്നായിക്കാണ് 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡർ. ഇദ്ദേഹം സാൻഡ് ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് 2014 പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡറാണ് സുദർശൻ പട്നായിക്. ഇദ്ദേഹം ഒഡീഷ സ്വദേശിയാണ്. അതുപോലെ സാൻഡ് ആർട്ടിസ്റ്റാണ്. 2014 ഇദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 2027 സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ പ്രഗതി, വികാസ് എന്നിവയാണ് 2027 സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ. പ്രഗതി എന്നത് സ്ത്രീ എന്യൂമറേറ്ററാണ്. അതുപോലെ വികാസ് എന്നത് പുരുഷ എന്യൂമറേറ്ററാണ്. അപ്പോൾ 2027 സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങളാണ് പ്രഗതി, വികാസ്. പ്രഗതി എന്നത് സ്ത്രീ എന്യൂമറേറ്ററും വികാസ് എന്നത് പുരുഷ എന്യൂമറേറ്ററും ആണ്. 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് സുദർശൻ പട്നായിക്കാണ്. ഇദ്ദേഹം ഒഡീഷ സ്വദേശിയാണ്. അതുപോലെ സാൻഡ് ആർട്ടിസ്റ്റാണ്. 2014 ഇദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 2026 മാർച്ചിൽ മതസ്വാതന്ത്ര്യ ബിൽ പാസാക്കിയ സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. 2026 മാർച്ചിൽ മതസ്വാതന്ത്ര്യ ബിൽ പാസാക്കിയത്. അതുപോലെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാരാഷ്ട്ര നിയമസഭയും മതസ്വാതന്ത്ര്യ ബിൽ പാസാക്കിയ കാര്യം. അപ്പോൾ 2026 മാർച്ചിൽ 2 സംസ്ഥാനങ്ങളാണ് മതസ്വാതന്ത്ര്യ ബിൽ പാസാക്കിയത്, ഛത്തീസ്ഗഡും മഹാരാഷ്ട്രയും. 2026 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് ലഭിച്ച വ്യക്തി പ്രൊഫസർ കവേ മദാനിയാണ് 2026 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് ലഭിച്ച വ്യക്തി. 2028 ലോക ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഭുവനേശ്വർ. ഇന്ത്യയിലെ ഭുവനേശ്വറിലാണ് 2028 ലോക ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി. ഫുട്ബോൾ കരിയറിൽ 900 ഗോളുകൾ തികച്ച രണ്ടാമത്തെ താരം ലയണൽ മെസ്സി. അർജന്റീനൻ താരമായ ലയണൽ മെസ്സിയാണ് ഫുട്ബോൾ കരിയറിൽ 900 ഗോളുകൾ തികച്ച രണ്ടാമത്തെ താരം. കരിയറിൽ 900 ഗോളുകൾ തികച്ച ഒന്നാമത്തെ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. പോർച്ചുഗൽ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഫുട്ബോൾ കരിയറിൽ 900 ഗോളുകൾ തികച്ച ഒന്നാമത്തെ താരം. ഇത് രണ്ടാമത്തെ താരം എന്ന് പറയുന്നത് അർജന്റീനൻ താരമായ ലയണൽ മെസ്സിയാണ്. ഭിന്നശേഷിക്കാർക്ക് സൗജന്യ ബസ് യാത്ര നൽകുന്നതിനായി ദിവ്യാംഗ ശക്തി പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്? ആന്ധ്രാപ്രദേശ്. ഭിന്നശേഷിക്കാർക്ക് സൗജന്യ ബസ് യാത്ര നൽകുന്നതിനായി ആന്ധ്രാപ്രദേശ് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ദിവ്യാംഗ ശക്തി പദ്ധതി. 2024-25 സാമ്പത്തിക വർഷത്തെ നാഷണൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് റെക്കോർഡ് ഫോർ ഇയർലി അനാലിസിസിന്റെ കണക്കനുസരിച്ച് വസ്ത്ര കയറ്റുമതിയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. 2024-2025 സാമ്പത്തിക വർഷത്തെ നാഷണൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് റെക്കോർഡ് ഫോർ ഇയർലി അനാലിസിസിന്റെ കണക്കനുസരിച്ച് വസ്ത്ര കയറ്റുമതിയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം. രണ്ടാം സ്ഥാനം ഗുജറാത്തും മൂന്നാം സ്ഥാനം മഹാരാഷ്ട്രയുമാണ്. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ടിന്റെ കൺസ്യൂമർ ജസ്റ്റിസ് 2026 റിപ്പോർട്ടിൽ അഥവാ ഉപഭോക്തൃ നീതി റാങ്കിംഗ് 2026 കേരളത്തിന്റെ സ്ഥാനം 12. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ടിന്റെ കൺസ്യൂമർ ജസ്റ്റിസ് 2026 റിപ്പോർട്ടിൽ കേരളത്തിന്റെ സ്ഥാനം 12 ഇതിൽ ഒന്നാം സ്ഥാനം നേടിയത് ആന്ധ്രാപ്രദേശും രണ്ടാം സ്ഥാനം നേടിയത് മധ്യപ്രദേശും മൂന്നാം സ്ഥാനം നേടിയത് രാജസ്ഥാനുമാണ്. കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 12. 9 ചെറിയ സംസ്ഥാനങ്ങളിൽ, അതായത് 1 കോടിയിൽ താഴെ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ നടത്തിയ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മേഘാലയയാണ്. 2026 ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 116. 116 2026 ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 147 രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യയുടെ സ്ഥാനം 116. 147 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 116. 2025 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 118 ആയിരുന്നു. 2026 ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 116. ഇതിൽ ഒന്നാം സ്ഥാനം നേടിയത് ഫിൻലാൻഡ്. തുടർച്ചയായ 9ാം വർഷമാണ് ഫിൻലാൻഡ് ഒന്നാം സ്ഥാനത്തെത്തുന്നത്. രണ്ടാം സ്ഥാനം ഐസ്ലാൻഡ്. ഏറ്റവും പിന്നിലുള്ളത് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ 2026 ആഗോള സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഫിൻലാൻഡാണ്. രണ്ടാം സ്ഥാനം ഐസ്ലാൻഡും. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 116. ഇതിൽ ഏറ്റവും പിന്നിലുള്ളത് അഫ്ഗാനിസ്ഥാനും ആണ്. അതുപോലെ തുടർച്ചയായ 9ാം വർഷമാണ് ഫിൻലാൻഡ് ഒന്നാം സ്ഥാനത്തെത്തുന്നത്. നിലവിൽ ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക സംഘർഷം നടക്കുന്ന സാഹചര്യത്തിൽ ഇവയുടെ റാങ്കുകൾ കൂടി പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. ഇതിലെ ഇസ്രായേലിന്റെ റാങ്ക് എന്ന് പറയുന്നത് 8ഉം ഇറാൻ 97ഉം അമേരിക്ക 23ഉമാണ്. ഇസ്രായേൽ 8, ഇറാൻ 97, അമേരിക്ക 23ഉമാണ്. ലോക സന്തോഷ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 20 മാർച്ച് 20 മറ്റൊരു ദിനം കൂടിയുണ്ട്. ലോക അങ്ങാടിക്കുരുവി ദിനവും മാർച്ച് 20 അപ്പോൾ 2026 ആഗോള സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡാണ്. തുടർച്ചയായ 9ാം വർഷമാണ് ഫിൻലാൻഡ് ഒന്നാം സ്ഥാനത്തെത്തുന്നത്. രണ്ടാം സ്ഥാനം നേടിയത് ഐസ്ലാൻഡും.
ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 116ഉം ഏറ്റവും പിന്നിലുള്ളത് അഫ്ഗാനിസ്ഥാനും ആണ്. ഇത്രയുമാണ് 2026 മാർച്ച് 20 പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ.